better recipes for easy cooking. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും കറി വയ്ക്കാൻ ആവശ്യമായ വെജിറ്റബിൾസ് ഇല്ലാതെ വരാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ പഴയതുപോലെ പുറത്തുപോയി സാധനങ്ങൾ വാങ്ങാനൊന്നും പറ്റാറില്ല. പുറത്തു പോകുമ്പോൾ പോലും എത്രത്തോളം സേഫ് ആണെന്നും അറിയില്ല. അപ്പോൾ പുറത്തു പോകാതെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണിത്. ഇത് അപ്പം, ദോശ, ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഒരു വെജിറ്റബിളും ഉപയോഗിക്കാതെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ളത് 1/2 കപ്പോളം തേങ്ങ, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കണം. ഇനി ആവശ്യമുള്ളത് അല്പം പുളിയാണ്. ഞാൻ ഇതുപോലെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം കപ്പലണ്ടി ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. 2 ടീസ്പൂണോളം മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും 3 ഏലക്കയും 3 ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്. 3.5 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ എണ്ണ, അല്പം കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഈ കറി വയ്ക്കാൻ ആവശ്യമുള്ളത്. ഒരു പാൻ ചൂടാക്കിയ ശേഷം കറുകപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും വലിയ ജീരകവും ഉഴുന്നും ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച ശേഷം ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം റോസ്റ്റായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് പച്ച കപ്പലണ്ടിയാണെങ്കിൽ ഇതുകൂടി ആദ്യമേ ചേർക്കണം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ പുളിയും തേങ്ങയും ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം ഇളക്കി കൊടുക്കണം. തേങ്ങ ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായി ചൂടായി വന്നാൽ മതി. ഇതുപോലെ ആയാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇത് തണുത്ത ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. മിക്സിയിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ഒരുമിച്ച് വയ്ക്കാം. ഒരു പാൻ ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം മാറുമ്പോൾ കറിവേപ്പിലയും അരച്ചു വെച്ച തേങ്ങാക്കൂട്ടും ചേർത്ത ശേഷം പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഇളക്കിയ ശേഷം ഉപ്പും കൂടി ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 2 മിനിറ്റോളം മൂടി വയ്ക്കാം. ഈ സമയം ചെറിയ തീയിൽ വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മസാലയും തേങ്ങയും എല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇങ്ങനെ ചെയ്യണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതുപോലെ ആയി കഴിയുമ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം.
നന്നായി യോജിപ്പിച്ച ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് 5 മിനിറ്റോളം ചെറിയ തീയിൽ വയ്ക്കാം. ഇപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.